റാൻഡി പോഷ്. ഇപ്പം ഞാനും അതുമായിട്ട് നോക്കുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് എനിക്കന്നൊരു ഇത് തോന്നിയിരുന്നു, ഒരു സാമ്യം തോന്നിയിരുന്നു. ഹി ഡൈഡ് അറ്റ് 47. അപ്പോൾ 3 കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ 6 മാസം സമയമാണ് പുള്ളിക്ക് ബാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈ 6 മാസം സമയം, അപ്പോൾ ഉറക്കം പോലും ഒരു ലക്ഷറി ആയിട്ട് മാറുന്നു. ബാക്കി എത്ര സമയമുണ്ടെന്ന് നോക്കുമ്പോൾ യു ക്യാൻ നമ്പർ, യുവർ ഡേയ്സ് ആർ നമ്പേർഡ്, യു വിൽ ഫൈൻഡ് ഈവൻ സ്ലീപ്പ് ആസ് എ ലക്ഷറി. ഉറങ്ങി അത്രയും സമയം പോയില്ലേ എന്നറിയാം. അപ്പോൾ അങ്ങനെയും ഒരു ജീവിതതലം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാണ്. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എത്രയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഉള്ളത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങളും ഈ കാറ്റും ഈ പുഴയും ഈ ആശയങ്ങളും, നിങ്ങളുണ്ടെങ്കിലേ ഈ ലോകം ഉണ്ടല്ലോ. നിങ്ങൾ ഷട്ട് ഡൗൺ ആവുന്നതോടുകൂടി ഈ ലോകം തന്നെ ഇല്ലാതാകും. ആക്ച്വലി അത് ഇല്ലാതാകുന്നില്ല, അത് നമുക്കറിയാം, അത് അറിവാണ്. പക്ഷെ അത് അനുഭവമല്ല. നമ്മളുടെ അനുഭവപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളില്ലാതാകുമ്പോൾ ഈ ലോകം ഇല്ലാതാകും. പക്ഷെ അറിവ് അതല്ല. നോളജ് ഈസ് ഡിഫറെൻറ്റ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അവിടെയാണ് നമ്മൾ സയൻസ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സയൻസിനെ. ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ പല സ്ഥലങ്ങളും ഇതേപോലെ കയ്യേറാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് അധ്യാപകനായിരുന്നപ്പോൾ ഈ കയ്യേറുന്നതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ കുറച്ചൊരു പേപ്പർ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടും അത് പരാജയപ്പെട്ടു പോവുകയാണ്. അത് വിദ്യാർത്ഥി സംഘടന, SFI സംഘടന തന്നെ അതിനകത്ത് നിങ്ങൾ പൊങ്കാല ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള പരിപാടികൾ എതിർക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ ഒരുപാട് എതിർപ്പുണ്ടാവുമല്ലോ. ഈ എതിർപ്പ് കൊണ്ട് വെക്കുമെന്നാണ് ചോദിക്കുന്നത്. അടുത്തിടെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ദശാവതാര ചാർത്ത് 10 ദിവസമാണ്. പുതിയൊരു സാധനമാണ്. നിങ്ങൾക്ക് പല പണ്ടുണ്ടായിരുന്നില്ല, അതെനിക്കറിയാം. അപ്പോൾ അവിടെ ഈ നിരോധിച്ച കോളാമ്പി ഹോൺ സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരും പോലീസ് ആക്റ്റും എല്ലാ ആക്റ്റും 5 വർഷം തടവും 1 ലക്ഷം രൂപ ശിക്ഷയാണ് ഈ കോളാമ്പി ഉപയോഗിച്ച. അതൊക്കെ എത്ര നിസ്സാരവൽക്കരിച്ചാൽ നമ്മുടെ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയും. അപ്പോൾ ഈ ശബ്ദം വരികയാണ്. എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. 2 ദിവസമായി 3 ദിവസമായി. ഞാൻ ഉടനെ 112 വിളിച്ച് പറഞ്ഞു. അനോണിമസ് ആയിട്ടാണ് വിളിച്ച് പറയാം. ഞാൻ വിളിച്ച് പറഞ്ഞു. പോലീസ് അവിടെ വന്നു. എന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് വിട്ടു. കാര്യം ഞാൻ അനോണിമസ് ആയിട്ട് നിൽക്കുക എന്നുള്ളതിനെ ഉപരി ഇതെല്ലാവർക്കും ഇതൊരു സന്ദേശം കൊടുക്കട്ടെ. എല്ലാവരും ഇതിനെ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. ശബ്ദം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, എന്തെല്ലാം അതിൻ്റെ രൂക്ഷത, അത് പലർക്കും അറിയത്തില്ല. അവർ വിചാരിക്കും ഇപ്പം ഈ ചെണ്ടയൊക്കെ കൊട്ടുന്നിടത്ത് നിന്ന് ഗർഭിണികളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് പറയുകയാണെങ്കിൽ ഉത്തരയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് അഭിമന്യു ഈ ചക്രവ്യൂഹം ഭേദിക്കുന്നതിനെ കുറിച്ച് പഠിച്ചു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുക. എന്നാൽ ഈ ചെണ്ടയുടെ അടുത്ത് ഗർഭിണിയായിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ പറയും അയ്യോ അത് അങ്ങനെയൊന്നും പറയരുത്, പാവമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ കൊടുത്തു. പോലീസുകാർ വന്നു, കുറച്ച് വെപ്പിച്ചു. അവർ പോയി, ഇവർ വീണ്ടും കൂട്ടി, വീണ്ടും വിളിച്ചു, വീണ്ടും വരുന്നു. അങ്ങനെ 3 ദിവസം പോലീസുകാർ വന്നു. 3-ാമത്തെ ദിവസമായപ്പം ഇവർ കുറേ ചാനലുകൾ, ലോക്കൽ ചാനലുകളെയൊക്കെ വിളിച്ചു വരുത്തി. ഇതേ കണക്ക് സാധനമൊക്കെ വെച്ച് ലൈവ് നടത്തി. എന്നിട്ടപ്പോൾ ഭക്തന്മാരോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ഒരാൾ, അയാൾ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ, അയാൾ അത് ചെയ്തു ഇത് ചെയ്തു, അയാൾ ഇവിടെ നിന്ന് ചീട്ട് കളിച്ചിട്ടുള്ള ആളാണ്, അമ്പലത്തിനകത്ത് കയറി ഏണ്ടൊക്കെ ഇങ്ങനെ കുറേ പറയുകയാണ്. എന്നെ കുറേ ആക്ഷേപിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അതിൻ്റെ കീഴിൽ 2 ലക്ഷം വ്യൂസും കണ്ടുവരുന്നു ഒരു ലൈവിൻ്റെ കീഴിൽ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭക്തന്മാർ തെറി വിളിക്കുന്നു, ഭീഷണി, അവനെ കരണം അടിച്ച് പൊട്ടിക്കണം, പിന്നെ അവനെ സ്കെച്ച് ചെയ്യണം, അവൻ്റെ ഇത് നമ്പർ കിട്ടാൻ വകുപ്പുണ്ടോ, 2 കൈയും കാലും അടിച്ച് അവിടെ ഇട്ടേരെ ഞങ്ങൾ ഏറ്റു. ഞാൻ നോക്കിയിട്ട് 2300 കമൻറ്റുകളെ ഞാൻ കണ്ടു. അതിൽ 1300 ഭീഷണിയാണ്. എന്നിട്ട് ഹിന്ദു ഐക്യവേദിക്കാർ ലൈവ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം, പ്രതിഷേധ മാർച്ച്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്ന സമയം അറിയിക്കാന്നുണ്ടെങ്കിൽ കപ്പയും ബീഫും റെഡിയാണ്, ആളിൻ്റെ നമ്പറൂടെ പറയണമെന്ന് പറഞ്ഞു. ഇത് എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പണ്ടൊരു ആറ്റുകാൽ പൊങ്കാലയ്ക്കെതിരെ ഇതേ കണക്കൊരു പോസ്റ്റ് ഇട്ടതിനും ഇതേ കണക്ക് ഘോരഘോരം തെറി വായിച്ച് ഞാൻ പിന്നെ അതെല്ലാം പറയുന്നത് PSC 11 ഇവിടെ ഏത് സെക്ഷനാണെന്ന് പറയാമോ? ഞാനതൊരു അന്ന് ഞാൻ PSCയിലല്ല, യഥാർത്ഥം ഞാൻ കോളേജിലാണ്. അപ്പോൾ പല രീതിയിൽ അങ്ങനെ ധാരാളമായിട്ട് വരാറുണ്ട്. ഈ എതിർപ്പുകൾ വരുമ്പോൾ ഇത് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇത് ശീലമാവും. പക്ഷേ എങ്കിലും ഇവിടെ മുസ്ലിം വിരോധം പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ CPM-കാർ ശരിക്കും പ്രത്യക്ഷത്തിൽ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്കൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ രവിചന്ദ്രന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ എങ്കിലും ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് മാറണം, അവരുടെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് മാറണം, അല്ലെങ്കിൽ എന്താണ് ധാരണ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങളിപ്പോൾ ചാപ്പ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ പട്ടിയുടെ കാലിൽ ചക്കരക്ക് കെട്ടിവിടുന്നതാണ്. പട്ടി ഇത് കാണുന്നിടത്തെല്ലാം പോയി ചക്കരക്ക് കളയാനായിട്ട് ഉരച്ചുരച്ച് പോകും. ചക്കരക്ക് പോവില്ല, പട്ടിക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല.
കാരണം ഇത് വ്യാജമായ ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം. ഇപ്പം ഈ പറയുന്ന ചാപ്പകളുടെ കാര്യം തന്നെ CPM എന്ന് പറഞ്ഞു. CPM-ന്റെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചാപ്പ എന്താണ്? പുള്ളിക്ക് സ്ഥിരം കിട്ടാറുണ്ട്, എല്ലാവർക്കും കിട്ടാറുണ്ട്. ഇത് ആരെയൊക്കെയോ കാണിക്കാനായിട്ട് ഓരോരോ വേഷം കെട്ടിയ ആളുകൾ നടക്കുകയാണ്. മനസ്സിലായില്ലേ? ആരെയൊക്കെ കാണിക്കാൻ ഞാൻ അതാണ് ഇതാണ്. ഞാൻ മുസ്ലിം വിരോധത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് തെറ്റായൊരു പ്രയോഗമാണ്. നമ്മളുടെ എസൻസിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം ഈസ് ടോക്സിക്. ഇറ്റ്സ് എ ടോക്സിക് ഐഡിയോളജി. ഇറ്റ്സ് എൻ ഇൻഹ്യൂമൻ ഐഡിയോളജി. ഐ സ്ട്രെസ് ദാറ്റ് പോയിന്റ്. ബട്ട് മുസ്ലിംസ് ആർ ലവ്ലി. ദാറ്റ് മീൻസ് ഈ മുസ്ലിംസ് ഈ സാധനം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പോലെയാണ്, അല്ലെ മറ്റുള്ളവരെ പോലെയാണ്. അതാണ് ഞാൻ ബിൻ ലാദനിൽ നിന്ന് ഈ ടോക്സിക് ഐഡിയോളജി മാറ്റിക്കഴിഞ്ഞാൽ പുള്ളി ഒരു നല്ല എഞ്ചിനീയർ ആയേക്കാം ഒരു പക്ഷേ. അല്ല, പക്ഷെ അവിടെ ഒരു ചെറിയ ചോദ്യമുള്ളത്, ഇപ്പോൾ ഇസ്ലാം മുസ്ലിം എന്ന് പറയുന്ന രണ്ട് വാക്കുകളുണ്ടെങ്കിലും ഈ മുസ്ലിം എന്ന് പറയുന്ന വാക്ക് ശരിക്കും മതത്തെ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മതങ്ങളെ എതിർക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അംശത്തെ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള ചില സ്റ്റാൻഡാണ് ഇസ്ലാമിനെ നമ്മൾ എതിർക്കുന്നത്. കാരണം പൊളിറ്റിക്കലാണ് കൂടുതൽ ചൂഷണം ചെയ്യാൻ കഴിയുമെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇത് രണ്ടും എതിർക്കപ്പെടേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ? നിങ്ങളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അതിനകത്തൊരു OS, അത് വിൻഡോസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു OS ഉപയോഗിക്കുന്നു, ലിനക്സ് ആയിക്കോട്ടെ. ആ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എൻ്റെ ഹാർഡ്വെയർ ആണ്. ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിപ്പം പഠിക്കുന്ന ഭാഷയായാലും ഇൻകൾക്കേറ്റ് ചെയ്യുന്ന സംസ്കാരമായാലും നിങ്ങളുടെ ഐഡിയോളജി ആയാലും, ഈ ഐഡിയോളജി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ബോധപൂർവമാവും അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കാര്യമായിരിക്കും. പക്ഷെ നമുക്കറിയാം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലോകത്തെല്ലാവരും പരസ്പരം ഇണചേർന്ന് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ കഴിയും, അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കും, വെള്ളമാണെന്ന് മനസ്സിലാക്കും, അല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കൊരുപാട് സമാനതകളുള്ള ജീവിതം. അതിൻ്റെ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ നിങ്ങൾ വന്നത് ആ പിന്നങ്ങ് ഊരുമ്പോൾ ആ വ്യത്യാസം ഇല്ലാതാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ എക്സ് മുസ്ലിം ആവുന്നത്? അയാളിൽ നിന്ന് പോകുന്നത് എന്താണ്? അയാളിൽ നിന്ന് പോകുന്നത് ഇസ്ലാമാണ്. മൊത്തം ഫയൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും അയാളിൽ നിന്ന് പോകുന്നത് ആ ഫയലിൻ്റെ പ്രധാനപ്പെട്ട ഫയലുകളാണ്. ഈ ഫയലിനെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ള ബൗദ്ധിക പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ ഇവരെന്താണ് ചെയ്യുന്നത്? ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ ഹൗ ഡു യു എക്സ്പ്ലെയിൻ എക്സ് മുസ്ലിം? എക്സ് മുസ്ലിം ഒരു മുസ്ലിം അല്ലേ? അപ്പോൾ അതിനവർ പറയും അതാണ് അവരുടെ പേരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്ക് ചെയ്യേണ്ടത്, ഇവർ ഈ ആളുകളെ ഓരോരോ കുഴിയിൽ, ഓരോരോ ഗോത്രങ്ങളിൽ, ഓരോരോ വർഗ്ഗങ്ങളിൽ, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ആ ജാതി തന്നെയാടാ, നീ അത് നിരാകരിച്ചാലും നിന്നെ പിന്തുടരുന്നതാണ് ജാതി, നീ മരിച്ചാലും നീ ജീവിച്ചാലും നിരാകരിച്ചാലും നീ ആ ജാതി തന്നെയാണ്. ഇതൊക്കെ എത്ര റിഗ്രസീവായിട്ടുള്ള പാരമ്പര്യവാദങ്ങളാണ്. മനുഷ്യൻ കുതിര ഓടാൻ ശ്രമിക്കുമ്പോഴും അവനെ പിടിച്ച് വലിച്ച് ഇടുകയാണ്. നിനക്ക് അതിനുള്ള അവകാശമില്ല. നീ മുസ്ലിം എങ്കിൽ എന്നും മുസ്ലിം തന്നെയാണ്. നീ എസ് മുസ്ലിമോ വൈ മുസ്ലിമോ ആയിക്കോ, പക്ഷെ നീ മുസ്ലിമാണ്. മനുഷ്യൻ ഈ ടാഗുകളിൽ നിന്നും ചാപ്പകളിൽ നിന്നും ഇത്തരത്തിലുള്ള റിഗ്രസീവായിട്ടുള്ള സ്വത്വങ്ങളിൽ നിന്നും ലിബറേഷൻ ആവശ്യമുണ്ട്. അതാണ് ഈ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് അവർ തന്നെ സ്വീകരിക്കുന്ന ഒരു പേരാണ്. ഒരുപക്ഷെ ഒരു ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട് കൂടെ ഇത്തരത്തിലുള്ള എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ എക്സ് മുസ്ലിം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരം ആരിഫ് ഹുസൈനോട് തന്നെ ചോദിച്ച കാര്യമാണ്, നമ്മൾ ഈ കോഴിയെ എക്സ് മുട്ട എന്ന് വിളിക്കാറുണ്ടോ? വിളിക്കില്ലല്ലോ, ഇല്ല. അല്ല, അതൊരു പക്ഷേ ഒരു ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ടല്ല. ക്യാമ്പയിനിങ് മേ ബി, ഞാൻ ആശയപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ എക്സ് മുസ്ലിമായിട്ട് നമുക്ക് പ്രശ്നമില്ല. കാരണം അവരങ്ങനെ നിൽക്കുന്നു, അങ്ങനെ ആയിക്കോട്ടെ, ദേ ഹാവ് ദ റൈറ്റ് ടു ബി സോ. എൻ്റെ ആശയം അനുസരിച്ച് ഇപ്പോൾ എക്സ് ഹിന്ദു അല്ലെങ്കിൽ എക്സ് ഹോമോ ഹാബിലസ് എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ, ആ ലിബറേഷൻ കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നെ ആ പഴയ എക്സ് MLA എന്ന് പറയും. എന്തിനാ അവർ പറയുന്നത്? ആ MLA ആയിരുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്, അല്ലേ? അതിൻ്റെ കുറേ പ്രിവിലേജും അതിൻ്റെ കുറേ സ്റ്റേറ്റസും ഒക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ? മുൻ ജഡ്ജി അല്ലേ? മുൻ ജഡ്ജിയാണ്, പക്ഷെ ഇപ്പോൾ അയാൾ ജഡ്ജി അല്ല. പക്ഷേ എക്സ് മുസ്ലിം ആ രീതിയിലല്ല. അല്ല, ആ രീതിയിൽ തന്നെയാണ്. മുൻ ജഡ്ജി എന്ന് പറയുന്ന ആളിപ്പോൾ ജഡ്ജിയാണോ? അല്ല, അല്ല. മുൻ MLA ഇപ്പോൾ MLA അല്ലല്ലോ, അല്ല. ഇപ്പോൾ തോറ്റ MLA വരെ ഉണ്ട് ഇവിടെ കേരളത്തിൽ, സിനിമയിലാണെങ്കിലും. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങളുടെ ഈ പഴയ മുട്ടയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നത് അല്ല, കൂടുതൽ പേര് ഇതിൻ്റെ ഉള്ളിലേക്ക് നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമായിട്ട് ഞങ്ങൾ പുറത്തു വന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ടാഗായിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു താൽക്കാലിക സംവിധാനം എന്ന് പറഞ്ഞ് നിങ്ങൾ കെട്ടുന്ന ഷെഡാണ് പിന്നെ വലിയൊരു ബിൽഡിംഗ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു എക്സ് മുസ്ലിമായിട്ട് നിലനിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എക്സ് മുസ്ലിമായിട്ട് വന്നവർ ഞങ്ങൾ ഇവിടെ നിന്ന് വന്നതാണെന്ന് കാണിക്കാനായിട്ടാണെന്നല്ലോ പറഞ്ഞത് രജനീഷ്. പക്ഷേ അവരൊരിക്കലും അത് കളയുന്നില്ലല്ലോ. ദേ കണ്ടിന്യൂ ടു ബി എസ് മുസ്ലിംസ്. എനിക്ക് അതിനെക്കുറിച്ച് പരാതിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആശയപരമായി എനിക്കതിനോട് ഞാൻ വളരെ സൗമ്യമായി വിയോജിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ എക്സ് ഹിന്ദു എന്ന് പറഞ്ഞു വന്നാലും എക്സ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാലും എനിക്ക് ഇതേ സമീപനം തന്നെയാണ്. ആരെങ്കിലും നിങ്ങളിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഹിന്ദു ആവുന്നതോ മുസ്ലിം ആവുന്നതോ ക്രിസ്ത്യൻ ആവുന്നതോ നിങ്ങളുടെ അനുവാദത്തോടോ സമ്മതത്തോടോ നടക്കുന്നൊരു കാര്യമല്ല. ഇറ്റ് ഇസ് നോട്ട് യുവർ ഡിസിഷൻ. ഇറ്റ്സ് സംതിങ് ഇമ്പോസ്ഡ് ഓൺ യു വെൻ യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ടേക്ക് ഡിസിഷൻസ് ഓൺ യുവർ ഓൺ. സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നൊരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ അതിന് നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല.